ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം, എന്നാലേ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ 200 ഗ്രാം, വലിയ ചെമ്മീനാണ് ഞാൻ എടുത്തേക്കണേ. ഉള്ളി 10 എണ്ണം, അത് അരിഞ്ഞു വെച്ചേക്കുവാണ്, നിങ്ങൾക്ക് ചതച്ച് വേണേലും എടുക്കാം. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, അതും അരിഞ്ഞതാണ്, വേണമെങ്കിൽ ചതച്ചെടുക്കാം. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടിയിടാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുടംപുളി ഇപ്പം ഞാൻ 1 ഇട്ടേക്കണേ, നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ 2 ഇടാം. ഇനി ഒരു ബൗളിലേക്ക് ചെമ്മീൻ എടുത്തിട്ട് ഉള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുടംപുളി ഞാൻ 1 ഇട്ടേക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 2 ഇടാം, പുളി കൂടുതൽ വേണമെങ്കിൽ. അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, എല്ലാം പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ വറ്റിയിട്ടൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഇത്തിരി നേരം കൂടി ഒന്ന് വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കണം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ മാത്രമായിട്ട് അരച്ച് വെച്ചാണ്. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിക്കാം. എണ്ണ തെളിയണവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഇതിലേക്ക് ഉള്ളി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് മുളകും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി വഴറ്റാതെ ഇട്ട് കൊടുത്തേക്കണേ. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പച്ചമണമൊക്കെ പോകുമ്പോൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനൊന്ന് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി. മുളക് പൊടി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. കളർ എന്തോരം വേണം എന്നൊക്കെ അനുസരിച്ച്. ഇപ്പം എൻ്റെ മുളക് പൊടിക്ക് ഭയങ്കര എരിവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കണം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്